നെക്സ്റ്റ് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ്. ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സിൽ ഇന്ത്യയുടെ സ്ട്രെങ്ത്തും അഡ്വാൻറ്റേജാണ് ആദ്യം പറയുന്നത്. അതായത് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ വരുന്ന കാലത്ത് തന്നെ ഇതിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യൻ ഷാളുകൾ, പ്രത്യേകിച്ച് കാശ്മീർ ഷാളുകൾ എന്ന് പറഞ്ഞാലൊക്കെ ഇൻ്റർനാഷണൽ തലത്തിൽ വലിയ മാർക്കറ്റ് ഡിമാൻഡുള്ള ഗാർമെൻറ്റ്സുകളായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഗാർമെൻറ്റ്സുകൾക്ക് ഇൻ്റർനാഷണൽ തലത്തിൽ നേരത്തെ തന്നെ വലിയ ഡിമാൻഡുണ്ട്. ഇതിന് കാരണം ഇന്ത്യക്ക് കോട്ടൺ കൾട്ടിവേഷൻ, വലിയ ലാർജ് ഏരിയ കോട്ടൺ കൃഷി ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ അതിലൊരുപാട് സ്കില്ലും സെമി സ്കില്ലുമായിട്ട് ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് ഗാർമെൻറ്റ്സ് മേഖലയിൽ ഇന്ത്യക്ക്. അതുപോലെ 3 തരത്തിലുള്ള ടെക്സ്റ്റൈൽ സെക്ടേഴ്സും, അതായത് ഹാൻഡ്ലൂമും പവർലൂമും മിൽസും 3 തരത്തിലുള്ള ടെക്സ്റ്റൈൽസ് ഫെസിലിറ്റിയും ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള വർക്ക്മാൻഷിപ്പ് ഇന്ത്യക്കുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ എക്സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം, ഇങ്ങനെ പല നിലക്ക് ഇന്ത്യക്ക് ടെക്സ്റ്റൈൽസ് മേഖലയിൽ വലിയ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രധാനമായിട്ടും കോട്ടൺ കൃഷി ചെയ്യുന്ന വലിയ പാടങ്ങളാണ് ഇന്ത്യക്കുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സും ഉണ്ട്. പിന്നെ വലിയ പാരമ്പര്യമുണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ ഇന്ത്യൻ്റെ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രീകൃതമായിട്ട് ചെയ്യുന്നില്ല. ഓരോരുത്തരും അവനവൻ്റെ പാടത്ത് അവനെ പറ്റി കൃഷി ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഒരു കേന്ദ്രീകൃതമായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം, അതിനൊരു സെൻട്രലൈസ് ഏകോപന രീതി ഇല്ല എന്നർത്ഥം. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും പലരും അവനവൻ്റെ ഏരിയയിൽ അങ്ങനെ കൃഷി ചെയ്യുക എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രഡീഷണൽ ടെക്നോളജിയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ട്രെയിൻഡ് എംപ്ലോയീസ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഇൻ്റർനാഷണൽ തലത്തിലേക്ക് എത്താനുള്ള ക്വാളിറ്റി ഇല്ല. പ്രശ്നങ്ങൾ പറയുമ്പോൾ പറയണമല്ലോ, ചെറിയ ക്വാളിറ്റി കുറവ് ഇന്ത്യക്കുണ്ട്. ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷിക്ക് ആവശ്യമുള്ള ട്രാക്ടറുകൾ പോലത്തെ കാര്യങ്ങൾ, വലിയ ടൂൾസ്, അതുപോലെ പാലങ്ങൾ, റോഡുകൾ, ജലസേചന സൗകര്യങ്ങൾ, ഇതൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുക. അതുപോലെ കോട്ടൻ്റെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുക, വിദേശത്തു നിന്നോട്ടുള്ള ഇമ്പോർട്ടിനെയൊക്കെ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോരായ്മകളിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്തൊക്കെ സ്ട്രാറ്റജി. അതായത് നമുക്ക് സ്കില്ല് വർക്കേഴ്സിന് കുറവല്ലേ, അപ്പോൾ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, സ്കില്ല് വർക്കേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ. അതുപോലെ തന്നെ നല്ല ഡിസൈനിങ് സ്റ്റുഡിയോ, നല്ല ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സ്റ്റുഡിയോ ഉണ്ടാക്കുക. അതുപോലെ നല്ല മെഷീനുകൾ പ്രൊഡക്ഷൻ രാജ്യത്ത് ആരംഭിക്കുക. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറുകൾ ചെയ്തു കൊടുക്കുക. നേരത്തെ നമ്മളെ പോരായ്മകൾ, നമ്മുടെ വീക്ക്നെസ് പറഞ്ഞ ആ വീക്ക്നെസ്സൊക്കെ പരിഹരിക്കുന്നതാണ് നമുക്കുള്ള സ്ട്രാറ്റജീസ്. ഇതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഹാൻഡ്ലൂം മേഖലയിലേക്ക് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ, അതിനുള്ള സ്കീമുകൾ, CHDS, SITP എന്ന് പറഞ്ഞാൽ പല നിലക്കുള്ള സ്കീമുകൾ. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം അവർക്ക് ഫിനാൻസ് എത്തിച്ചു കൊടുക്കണം. ഒന്നാമത്തത് CHCDS, കോംപ്രഹെൻസീവ് ഹാൻഡിക്രാഫ്റ്റ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽ സബ്സിഡി റേറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്കീം ഫോർ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽസ് പാർക്ക്. ഇതിൻ്റെ ഉദ്ദേശം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഇൻഡസ്ട്രി ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർ മേഖലയിലേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടി കൂടിയിട്ട് ഒരു PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയാണ്. പവർടെക്സ് ഇന്ത്യ, പവർലൂമിനെ, ഹാൻഡ്ലൂമല്ല പവർലൂമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആക്കിയൊരു സംഗതിയാണ് പവർടെക്സ് ഇന്ത്യ. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ ജസ്റ്റ് ഗൂഗിളിൽ സംഗതി അടിച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വരും. നമുക്ക് അതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ സംഗതികൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മതി. ചുരുക്കി പറഞ്ഞാൽ നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ വേവേഴ്സ് മുദ്ര സ്കീം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കീമുകൾ ഗവൺമെൻറ് കൊണ്ടുവന്നു. മുദ്ര സ്കീമിൽ പറഞ്ഞാൽ അവർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ മാക്സിമം 10,000 രൂപ വരെ 6% ഇൻട്രസ്റ്റിൽ കുറഞ്ഞ റേറ്റിൽ അവർക്ക് കടം കൊടുക്കും എന്നർത്ഥം ഈ കൈകൊണ്ട് നെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ആ യൂണിറ്റ് അവസാനിച്ചായിട്ട് പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഇന്ത്യയുടെ അഡ്വാൻറ്റേജസും വീക്ക്നെസ്സും, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അത് മറികടക്കാനുള്ള സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റിൽ പറഞ്ഞത്.